ഇന്ന് എൻ്റെ ഉടുപ്പിൻ്റെ കളറിൽ ഒരു സാധനമാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നത്. എന്താണെന്നറിയാം, ക്യാരറ്റ്. ഇന്ന് ഞാൻ രാവിലെ അങ്ങോട്ട് ചെന്നപ്പം വണ്ടിയിൽ 4 കിലോ ക്യാരറ്റ് 100 രൂപ അങ്ങനെ വിൽക്കുന്നു. അപ്പോൾ 2 കിലോ മേടിച്ച് 50 രൂപയ്ക്ക് ക്യാരറ്റ് മേടിച്ചുകൊണ്ട് വന്നു. തോരനോ മെഴുക്കുവരട്ടിയൊക്കെ വയ്ക്കാം. മോനെക്കൊണ്ട് ഒരു പച്ചയ്ക്ക് കഴിക്കും. പിന്നെ ഇന്ന് സൂപ്പർ മാർക്കറ്റിലൊന്നും കയറിയില്ല, സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല, നേരെ ഇങ്ങോട്ട് പോരുന്നു. പിന്നെ ഇന്നലെ നമ്മുടെ ഹൗസ് ഓണർ ഇവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹം രാവിലെ പോയി. പിന്നെ ഇന്ന് മോനുകുട്ടന് എക്സാം ഇല്ലായിരുന്നു, ഇനിയിപ്പം തിങ്കളാഴ്ചയുള്ള എക്സാം. ഇന്ന് അവധിയായിരുന്നു. ഇന്ന് രണ്ടുപേരും കൂടി ഇരിക്കുമായിരുന്നു. ഞാൻ രാവിലെ തന്നെ അങ്ങോട്ട് പോയി. തണ്ണിമത്തം മുറിക്കാൻ ഇപ്പോഴെടുത്തോണ്ട് വരുന്നു. മുറിച്ചോണ്. ബ്ലഡ് കൊടുക്കാൻ പോയി. എൻ്റെ കൈ ഭയങ്കര ഇവിടെ ഇങ്ങനെ ഭയങ്കര വേദന, കരിനീലിച്ച്. ബ്ലഡ് എടുത്തതാ. അത് വലിയ സൂചിയായിരുന്നെന്നോ ഏതാണ്ടൊക്കെ പറഞ്ഞു. പിന്നെ ബട്ടർഫ്ലൈ നീഡിലൊക്കെ ഇട്ട് കുത്തി. ഭയങ്കര വേദന. എന്നെ അന്ന് കുത്തിയത് ആനയുടെ സിറിഞ്ച് അങ്ങോട്ട് വെച്ചാൽ കുത്തി. അങ്ങനെ വലിയ സൂചി ഇട്ട് കുത്തി. എന്നിട്ട് എന്നോട് ഞാൻ പറഞ്ഞപ്പോൾ പറയണ്ടായിരുന്നു എന്തോ. ഞാൻ പറഞ്ഞു എനിക്ക് ഈ കൈ കാണിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പുറത്തെ കയ്യെ കൂത്താൻ പറ്റത്തില്ല. അത് പറയണ്ടായിരുന്നു. അമ്മ ആദ്യം പറയണ്ടായിരുന്നു, അവർക്കറിയാം. ശരിയാ, എന്റെ തെറ്റുണ്ട്. പിന്നെ പോട്ടെ. എങ്ങനെയുണ്ട് ഉരുട്ട് പറഞ്ഞ വീണിട്ട്? ആശുപത്രി പോകുമ്പോൾ ഞാൻ പോട്ടില്ല, കൊണ്ട് കാണിക്കാൻ വയ്യായിരുന്നു. ഞാൻ പറഞ്ഞു മാമിയുടെ കൈ പോലെ. പിന്നെ നേരെ ഇരിക്കേണ്ടി വരും. അങ്ങനെ ജോയിന്റിന് വേദനയുണ്ടോ? ഒരു ഷോൾഡറിന് വേദന ഉണ്ടോന്ന് പറഞ്ഞേ. ഇവിടെ എത്ര എനിക്ക് മൗസ് വെച്ച് ഉപയോഗിക്കാൻ പറ്റത്തില്ല, സിസ്റ്റം ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ എന്തെടുക്കാൻ പോകും? ഞങ്ങൾ ഇപ്പൊ കടവണ്ടയിലോട്ട് പോവാ. എന്തോ വോളിബോൾ കളിച്ചിട്ട്. വോളിബോൾ ഉണ്ടാവില്ലേ? ചാടാൻ പോവല്ല. അവിടെ ആദ്യം നോക്കട്ടെ, അവിടെ ആൾക്കാരില്ലെങ്കിൽ നാളെ തൊട്ടേ പോകും. ഞാൻ ഇവിടെ ഹെൽമെറ്റ് എടുക്കാതിരുന്നപ്പോ കാർത്തിയും ചോദിക്കും എന്തിനാന്ന്. എന്തെങ്കിലും മേടിക്കണ്ടേ? മേടിക്കുമ്പോ അവിടെ വണ്ടിയിൽ വിൽക്കുന്നു. പത്തനംതിട്ട. മറ്റേ ഇന്നലെ അവിടെ എന്തായിരുന്നു അമ്മയുടെ കട? മധുരം ഉണ്ടോ മോനുകുട്ട? ഇന്നാളി കൊണ്ടുവന്നതിന് മധുരമില്ലെന്നും പറഞ്ഞ് എന്നെ വായി വന്നെല്ലാം പറഞ്ഞു. പോയെടുക്ക. കൈ വയ്യാതെ അതിനായിട്ട്. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധയാം കന്യാമറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ എന്നും ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പം ഒരു പരീക്ഷ വെച്ചിട്ടുണ്ടെന്ന് വെച്ചു, അങ്ങനെയൊക്കെയുള്ള നമ്മുടെ നമുക്ക് ടെൻഷനുള്ള ഒരു സമയത്തൊക്കെ ഉണ്ടല്ലോ, ഞാൻ ബൈബിൾ എടുത്തിട്ട് മനസ്സിലിങ്ങനെ ഓർക്കും. ഇന്നത്തെ ഈ നമ്മുടെ മനസ്സിൽ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു പരീക്ഷയോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകാനോ എന്ത് കാര്യമാണെങ്കിലും ആദ്യം ഇങ്ങനെ മനസ്സിൽ ഓർക്കും. എന്നിട്ട് ബൈബിളെടുത്ത് കൈവച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും. അത് എന്താണ്, അതെനിക്ക് സങ്കടമായിരിക്കുമോ സന്തോഷമായിരിക്കുമോ എന്നുള്ളത് ബൈബിളിൽ ഇങ്ങനെ ഒരു വചനം വരുമല്ലോ, ആ വചനം ഞാനിങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് തുറന്നു നോക്കുമ്പോൾ ഒരു വചനം എനിക്കായിട്ട് കാണും. ആ വചനം വിശ്വസിച്ച് ഞാൻ പല കാര്യങ്ങളും കേട്ടോ, എനിക്ക് കണക്ക് ഭയങ്കര ഇഷ്ടമല്ലാത്ത വിഷയമായിരുന്നു. കണക്കിൻ്റെ പരീക്ഷകളുടെ സമയത്താണ് ഞാൻ കൂടുതലും അങ്ങനെ ബൈബിളിനെ വിശ്വസിച്ച് പോയിട്ടുള്ളത്. അപ്പം ഞാൻ അങ്ങനെ ഒരു വചനം എൻ്റെ മനസ്സിൽ പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യം അന്നേരം നമുക്ക് ഉണ്ടാവും. ആ ഒരു കാര്യത്തിൽ വിശ്വസിച്ച് ഞാൻ പോയി പരീക്ഷ എഴുതും. എനിക്ക് എന്താ പറയുന്നത്, ഞാൻ തോറ്റുപോകും. ഒരു എന്താ പറയുക, ഒരു
ഇപ്പം ക്ലാസ് പരീക്ഷയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 10 ക്വസ്റ്റ്യൻ തന്നാൽ ഒരു 7-8 എണ്ണമെങ്കിലും എഴുതുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു ഇത്. അങ്ങനെ വരുമ്പോൾ എനിക്ക് ഒന്നും എഴുതാൻ കിട്ടത്തില്ല എന്ന് വിചാരിച്ച് പോകുന്ന ഒരു പരീക്ഷ പോലും ഞാൻ അറിയാതെ എഴുതി തീർത്തിട്ടുണ്ട്. എനിക്ക് മാതാവിനോട് ഭയങ്കര ഭക്തിയാണ്. ശനിയാഴ്ചകളിൽ നൊവേനയ്ക്ക് പോകുക എന്ന് പറയുന്നത് കുർബാനയിൽ പങ്കെടുക്കുന്നതിനെക്കാട്ടിലും എനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പം കത്തോലിക്ക സഭയിൽ ശനിയാഴ്ച നൊവേന വെക്കാറുണ്ട്, ജപമാലയും പ്രാർത്ഥനകളും ഒക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ചെറുപ്പം കത്തോലിക്ക സഭയിലായിരുന്നു. എനിക്ക് ശനിയാഴ്ച ആ ജപമാലയിൽ പങ്കെടുക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ എന്ത് കാര്യത്തിന് പോയാലും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എത്രയും ദൈവമുള്ള മാതാവയാണ്. അതിൻ്റെ പാട്ടും ആ പ്രാർത്ഥനയും എനിക്ക് ഭയങ്കര വിശ്വാസമാണ് കേട്ടോ. അത് അമ്മയെന്നുള്ള ഒരു ശക്തിയോട് എനിക്ക് കൂടുതൽ വിശ്വാസം ഉള്ളത് കൊണ്ടായിരിക്കും. ഇനി ഏത് ജാതിയോ മതമോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഏത് ഇതിലാണെങ്കിലും അമ്മ എന്നുള്ള സത്യത്തിൽ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. നമ്മുടെ കണ്ണുനീരും നമ്മുടെ പ്രാർത്ഥനകളും അവിടുത്തെ സന്നിധിയിൽ ഇറക്കി വെക്കുന്ന പോലെ നമുക്ക് എങ്ങോട്ടും ഇറക്കി വെക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഇന്ന് ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഞാനൊരു ബൈബിള് വചനം എടുക്കാൻ പോവാണ്. ആ ബൈബിൾ വചനം ഞാനൊരു കാര്യം മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു ബൈബിൾ വചനം എടുക്കുന്നത് കേട്ടോ. സങ്കീർത്തനങ്ങൾ 116 അധ്യായം എനിക്ക് കിട്ടിയത് കേട്ടോ. യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തൻ്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു. ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അയ്യോ യഹോവേ, എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. യഹോവ കൃപയും നീതിയുമുള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു. ഞാൻ എളിമപ്പെട്ടു, അവൻ എന്നെ രക്ഷിച്ചു. എൻ്റെ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുമ്പാകെ നടക്കും. ഞാൻ വലിയ കഷ്ടതയിലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നുവെന്ന് ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. അതിനകത്ത് എന്താ പറയുക, ഈ ബൈബിൾ വാക്യത്തിൽ എനിക്കായിട്ട് പറഞ്ഞത് എന്താണെന്നുള്ളത് എൻ്റെ പ്രിയങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഇടണം കേട്ടോ. അപ്പോൾ ഇതിൽ എനിക്കുള്ള ഉത്തരവുണ്ട് പ്രിയങ്ങളെ, ഞാനത് വിശ്വസിക്കുകയാണ്. ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന് തന്നെയാണ്. ഉണ്ടാവണം, വേറെ ആരും ഇല്ലല്ലോ. അപ്പോൾ ഞാനത് വിശ്വസിച്ച് ആ ഒരു സമാധാനത്തിൽ എൻ്റെ മനസ്സിന് സ്വസ്ഥമായിട്ടിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ മനസ്സിനെ ഞാനത് സ്വസ്ഥമാക്കട്ടെ പ്രിയങ്ങളെ. ഇങ്ങനെയും കൂടെ ഒക്കെ ചില മാർഗങ്ങളില്ലായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ പിടിച്ചു നിൽക്കുമായിരുന്നു അല്ലേ? അപ്പം എനിക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. നോക്കാം, അത് വിശ്വസിക്കുന്നു ഞാൻ. രാത്രിയിലത്തേക്ക് 2-3 ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്കിവിടെ ചോറ് ഇരിപ്പുണ്ട്, അവർക്ക് ചോറ് വേണ്ട. അപ്പോൾ പിന്നെ ഞാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കുന്നില്ല. മുത്തും അപ്പം കൂടെ അങ്ങോട്ട് ജംഗ്ഷനിലോട്ട് പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടുന്ന് കടലയോ തക്കാളി റോസ്റ്റോ എല്ലാം വാങ്ങിച്ചിട്ട് വാ, ചപ്പാത്തി ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. പിന്നെ കഴിഞ്ഞ ദിവസം മുത്തിനെയും കൊണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയ കാര്യം ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡയറ്റ് കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ കാര്യത്തിൽ ഞാൻ ഇന്ന് റിസൾട്ട് കിട്ടിയത് യൂറിക് ആസിഡ്, തൈറോയിഡ്, പിന്നെ HB, CBC ഒക്കെ നോക്കിയതിൻ്റെ റിസൾട്ടാണ് കിട്ടിയത്. RA ഫാക്ടർ നോക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വന്നിട്ടില്ല. ESR അതിൻ്റെ എല്ലാം വന്നു കേട്ടോ. അതിനകത്ത് ESR കൂടുതലാണ്, യൂറിക് ആസിഡ് കൂടുതലാണ്, പിന്നെ HB കുറവാണ്, പിന്നെ TSH ഇല്ല കേട്ടോ. തൈറോയ്ഡ് ഫങ്ഷൻ നോർമലാണ്. അത് കേട്ടപ്പോൾ സമാധാനമുണ്ട്. ഇനി അതും കൂടെ ഉള്ളു, ബാക്കിയെല്ലാം ലോട്ടറി അടിച്ചതാണ്. അപ്പോൾ ഇനി RA ഫാക്ടറിൻ്റെ റിസൾട്ടും കൂടി വന്നിട്ട് നാളെ ഡോക്ടർ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ശനിയാഴ്ച ആയതുകൊണ്ട് നാളെ അല്ലെങ്കിൽ തിങ്കളാഴ്ച പോയി ഡോക്ടറെ കാണണം, കണ്ടിട്ട് വേണം മരുന്നെടുക്കാൻ. യൂറിക് ആസിഡിന് മിക്കവാറും മരുന്ന് കഴിക്കേണ്ടി വരും എന്ന് പറയുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. അത്രയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫുഡ് കൺട്രോൾ ചെയ്ത് കുറയ്ക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ദിവസം കൊണ്ട് വയ്യാഴിയായിരുന്നെന്നറിയാം പ്രിയങ്ങളെ. ഞാൻ മൈൻഡ് ചെയ്യാതിരിക്കുകയായിരുന്നു. പിന്നെ ഒട്ടും എനിക്ക് പറ്റാതെ വന്നപ്പോഴാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയൊക്കെ വേദനയാണ്, വയ്യാഴിയാണെന്നൊക്കെ. അപ്പോൾ നോക്കാം, ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതിയെന്ന് സമാധാനിച്ചിരിക്കുമായിരുന്നു. പക്ഷെ വെറുതെ ആയിപ്പോയി, അവിടെ കടയില്ല. ഗ്യാസിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും.
ചോറ് വെക്കാൻ ഇന്നങ്ങ് മടിയായിപ്പോയി. നല്ല കൂട്ടാനൊക്കെ പിന്നെ ഉണ്ടാക്കണം. ഇച്ചിരി മീൻകറിയൊക്കെ ഇരിപ്പുണ്ട്, അത് കൂട്ടി കഴിച്ചോളാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചപ്പാത്തി കുഴച്ച് ഉരുട്ടിയൊക്കെ വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാം. ചോറൊക്കെ വാർത്തിട്ട് എൻ്റെ ഇമ്മണിയേ ഉള്ളൂ. ചപ്പാത്തി ഉണ്ടാക്കാം, നമുക്ക് കഴിക്കാം. അതിൻ്റെ ഇടയ്ക്ക് കുറേ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഫോൺ വിളിക്കാം. പിന്നെ അങ്ങനെ കുറച്ച് സമയം പോയി. വേഗം കഴിഞ്ഞു. ചപ്പാത്തി ഉണ്ടാക്കാം. ചപ്പാത്തി റെഡി ആയിരിക്കുകയാണ്. അത്താഴം കഴിക്കാം. ആരൊക്കെ ഇതിനകത്ത് അമ്മ ഇരിക്കുന്നില്ല, അന്നേരം മാറ്റത്തില്ല. നിന്റെ പേര് പൊന്നോ അമ്മയ്ക്ക് വേദനയപ്പോ. ചപ്പാത്തി മീൻകറി. ഉച്ചക്ക് എടുക്കാൻ ഇത് ആർക്കാ എടുക്കുന്നത്? യോ ചോറും ഇന്നലത്തെ പയർ മെഴുക്കുവരട്ടി ഇച്ചിരിയുള്ളത് ഞാൻ വിളമ്പി. ഇനിയും പഴുത്ത മാങ്ങാക്കറിയുടെ ചാറ് മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് ചാറ് മതി. മാങ്ങ എല്ലാം മോനിക്കുട്ടൻ നുള്ളിപ്പെറുക്കി കഴിച്ചു. ഇത് രാവിലെ ഗോതമ്പ് ദോശ ഉണ്ടാക്കി എൻ്റെ മുളക് ചമ്മന്തിയാണ് കേട്ടോ. ഇതെനിക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എരിവൊന്നുമില്ല, കാശ്മീരി ചില്ലിയുടെ പൊടിയാണ്. കാണുമ്പോൾ വലിയ കളറൊക്കെ തോന്നിയാലും കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ അത്താഴം ഇതാണ്. മോനിക്കുട്ടന് മുത്തും കഴിക്കാനിരുന്നു. അപ്പോൾ എന്നത്തെ പോലെ എല്ലാവരോടും സ്നേഹം, സന്തോഷം, പ്രാർത്ഥനകൾ. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഇന്ന് തൽക്കാലം യാത്ര. ടാറ്റ, ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.